സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂരിലെയും തൃശൂരിലെയും 4 പേരുടെ ദുരൂഹ മരണവും മലപ്പുറത്തെ യുവാവിന്റെ കൊലപാതകവുമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. കണ്ണൂരിൽ അമ്മയെയും മകളെയുമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുവിശത്തിൽ സുനന്ദ, മകൾ ദീപ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ട്. കൊറ്റാളിക്കാവ് പോസ്റ്റ് ഓഫീസിന് സമീപമാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കെ ബി ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, ഈ സംഭവം നടന്നിട്ട് ഈ രണ്ടുപേരുടെയും മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. പക്ഷേ 3 ദിവസം മുൻപാണ് മരണം നടന്ന ഒരു നിഗമനമുണ്ട്. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ടോമെ, കൊറ്റാളിക്കാവ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന 78-കാരിയായ അമ്മയെയും ഒപ്പം 44 വയസ്സുള്ള മകളെയുമാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ കാസർഗോഡ് ബേക്കൽ സ്വദേശികളാണ്. 20 വർഷത്തോളമായി കണ്ണൂരിലാണ് ഇവർ താമസം. ഈ പറയുന്ന സ്ഥലത്താണ് താമസം. എന്തായാലും ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസത്തെ പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇവർ ഏറ്റവും ഒടുവിലായി ഇവരെ കാണുന്നത്. ഇവർ വോട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഉച്ചയോട് കൂടിയാണ് ഇവർ ഈ തരത്തിൽ വീടിനകത്ത് കയറിയത്. പിന്നീട് ആരും ഇവരെ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇവർ ഈ അയൽവാസികളുമായി അത്ര നല്ല ബന്ധത്തിലൊന്നും അല്ലാത്ത സൗഹൃദമൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. ഇവർ അത്തരത്തിൽ ഇവരുടെ ഇടപെടാർ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടക്കുകയും ചെയ്തത്. ഇതിൽ പോലീസ് പറയുന്നത് ഏറ്റവും പ്രധാനം, ഇതിന് മുൻവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ദുരൂഹത പോലീസിന് ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസിന്റെ പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. മരണകാരണം എന്താണെന്ന് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ടൗൺ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അറിയിക്കുന്നത്. എന്നാലും ഇവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് നിന്നും കഴിഞ്ഞ 20 വർഷത്തോളമായി ഇവർ ഈ കണ്ണൂരിലെ ഈ വീട്ടിലാണ് താമസം. ഇത് മറ്റ് അയൽവാസികളോ ഇവർക്ക് സൗഹൃദങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മരണകാരണം എന്നത് സംബന്ധിച്ച് അയൽവാസികൾക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ 3 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ഈ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിലായതുകൊണ്ടാണ് ഒരു ദുരൂഹത പോലീസ് ഇതിൽ സംശയിക്കുന്നത്. എന്തായാലും കൊലപാതകമാണോ അല്ല ഇവർ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഫോറൻസിക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ സംഘങ്ങളെല്ലാം കൊലപാതകത്തിന്റെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? 2 പേരുടെയും മൃതദേഹങ്ങൾ 2 മുറികളിലായിട്ടാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവരെ ഈ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് അതോ മറ്റേതെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ വീട്ടിൽ നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സുനന്ദയുടെ മൃതദേഹം ഡൈനിങ് ഹാളിലായിരുന്നു. ദീപയുടെ മൃതദേഹം അടുക്കള ഭാഗത്തായിരുന്നു. ഏതായാലും പ്രാഥമികമായ ഒരു നിഗമനം, അത്തരത്തിൽ ഒരു അക്രമം നടന്നതായി പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ആത്മഹത്യ ആകാമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതിൽ ഏറ്റവും ദുരൂഹത ഈ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിൽ കിടക്കുന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ദുരൂഹതയുള്ളത്. അത് സംബന്ധിച്ചാണ് പോലീസ് ഈ വിരലടയാള വിദഗ്ധരൊക്കെ സംഘമെത്തി പരിശോധന നടത്തുന്നത്. ഇതിന്റെ റിസൾട്ട് വരാനുണ്ട്. അത് വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ മരണകാരണം കൃത്യമായി പോലീസ് പറയും. എന്നാലും പ്രാഥമികമായി ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ്. അതായത് എന്തിനാണ് ഈ ആത്മഹത്യ നടത്തിയത് അങ്ങനെയെങ്കിൽ എന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അതിന് പോലീസിന് കൃത്യമായി ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും പ്രാഥമികമായി ഒരു ആത്മഹത്യ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തുന്നത്. ടോം, ഈ ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണം സ്വാഭാവികമായും കണ്ടെത്തണം. ഈ അമ്മയും മകളും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? മറ്റാരും ഇവരുടെ ഒപ്പം മറ്റാരൊക്കെയാണ് താമസിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ, എന്തെങ്കിലും ഈ ആത്മഹത്യ ചെയ്യാൻ തക്കതായ ഒരു കാരണം, എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളോ മറ്റ് വിഷാദ രോഗമോ അങ്ങനെ എന്തെങ്കിലും അവരെ അലട്ടിയിരുന്നോ ബൈജു? ടോമെ, ഇവർ അയൽവാസികളോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും പുറത്തുള്ള ആൾക്കാരുമായി സൗഹൃദമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മരണകാരണം എന്താണെന്ന് കൃത്യമായ ഈ നാട്ടുകാർക്കും വ്യക്തതയില്ല. എന്നാലും തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവരെ കാണാതായിരുന്നത്. പത്രമൊക്കെ ഈ വരാന്തയിൽ ഇങ്ങനെ 3 ദിവസത്തെ പത്രം വരാന്തയിലുണ്ടായിരുന്നു. അയൽവാസികളോ ഇവർക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ആത്മഹത്യ ആണെങ്കിൽ തന്നെ അത് എന്തിന് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് ഏതായാലും
ഇവർക്ക് ഇത്തരത്തിൽ പരിചയക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതും പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ ഉണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ബേക്കൽ ഭാഗത്തുണ്ട്, അവരുമായി പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ റിസൾട്ട് പരിശോധന ഫലം കൂടി വരാനുണ്ട്. അതിനുശേഷം മാത്രമേ പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിലെത്തും. ടോം, തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായും പോലീസ് ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയെക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കൾ, ഇവർ കാസർഗോഡ് സ്വദേശികളാണെന്ന് ബൈജു തന്നെ സൂചിപ്പിച്ചു. ബന്ധുക്കൾ ആരെങ്കിലും സമീപത്തുണ്ടോ, സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ടോ? അവരിൽ നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ബൈജു? കണ്ണൂർ ഭാഗത്ത് ഇവരുടെ ബന്ധുക്കൾ ഇല്ല എന്നാണ് പോലീസോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. ഇവരുടെ കുറച്ച് ബന്ധുക്കൾ ബേക്കൽ ഭാഗത്താണുള്ളത്. പക്ഷേ വർഷങ്ങളായി ഇവർ നാട്ടിലേക്ക്, അതായത് കാസർഗോഡേക്ക് പോകാറില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 20 വർഷത്തോളമായി ഇവർ ഇതേ വീട്ടിൽ, കണ്ണൂരെ ഇതേ വീട്ടിലാണ് താമസം. അതുകൊണ്ട് ഇവരുടെ നാട്ടിലേക്ക് അധികം പോകാറില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ ബന്ധുക്കളും കണ്ടുപിടിക്കാൻ പോലീസ് അവരുമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കളിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ ആത്മഹത്യ ആണെങ്കിൽ തന്നെ അത് എന്തിനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമുണ്ടോ എന്നൊക്കെ കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഒരു നാടിനെ ഏതായാലും ഞെട്ടിച്ച ഒരു സംഭവമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇതിലൊരു ദുരൂഹത ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും വാസ്തവം. ടോം, ഒരു കൊലപാതക സാധ്യത കൂടി എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്നും സ്വാഭാവികമായും ഏതെങ്കിലും സൂചനകൾ ലഭിച്ചാൽ മാത്രമേ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ ഇത് എന്നാണ് ഈ മരണം സംഭവിച്ചതെന്ന് പോലീസിന് ആദ്യം കണ്ടെത്തണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. ആ സമയങ്ങളിൽ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ, ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവിടെ നിന്ന് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായും പരിശോധിക്കേണ്ടത്. കാരണം ഒരു മോഷണത്തിനിടെ പോലും കൊലപാതകം നടക്കാം. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം നിലവിൽ നീങ്ങിയിട്ടുണ്ടോ, അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ അത്തരമൊരു സാധ്യതകളിലേക്ക്, സൂചനകളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ ബൈജു? തീർച്ചയായും ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പൊന്നും ഇവരുടെ വീട്ടിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഈ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിലൊരു ദുരൂഹത പോലീസിനെ സംശയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘം, അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരൊക്കെ കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം വരണം. ഒപ്പം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഏതായാലും വൈകിട്ടോടുകൂടി പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. എന്നാൽ മാത്രമേ പോലീസിന് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഏതെങ്കിലും കവർച്ചാ ശ്രമം നടന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ അയൽവാസികളുമായി യാതൊരു തരത്തിലുള്ള പരിചയവുമില്ല, അയൽവാസികളുമായി യാതൊരു ബന്ധവും പുലർത്താറില്ല തന്നെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും വരാത്തത്. അത്തരത്തിൽ പോലീസ് അന്വേഷണം, അതായത് കണ്ണൂർ ടൗൺ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രത്യേക സംഘം പോലീസ് ഇപ്പോൾ ഇതിൽ അന്വേഷണം എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കൊലപാതകം എന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴും പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വളരെയധികം നന്ദി ബൈജു. കൃത്യമായ നിരീക്ഷണമാണ് ബൈജു നൽകിയത്. കൊലപാതക സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രാഥമികമായും പോലീസിന്റെ നിഗമനം ആത്മഹത്യ എന്നാണ്. അങ്ങനെയെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്പോട്ട് ലൈവിന്